ലോ പ്രൈസിൽ 2016 മോഡൽ വരുന്ന രജിസ്ട്രേഷൻ വരുന്ന വെഹിക്കിൾ ആയിട്ടാണ് ഇന്ന് ആദി കാർ സ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2016 സെക്കൻഡ് ഓണർഷിപ്പ് കേരളത്തിൽ നമ്പറായ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 1,92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റ G4 മാനുവൽ. നിലവിൽ വണ്ടിക്ക് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഹൈ ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഫുള്ള് വീഡിയോ ആയിട്ട് അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മള് ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള വരുന്നത്. നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വണ്ടിക്കകത്തില്ല. ടയർ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പജിസ്റ്റോന്റെ 4 ടയറുണ്ട്. ടയർ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 85-90 ഒരു ലെവലിലുണ്ട്. നിലവിൽ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റ് ഗ്ലാസ് വരെ ഒന്നും മാറിയിട്ടില്ല. വണ്ടി കമ്പനി എങ്ങനെയാണോ ഇറങ്ങിയത് അതേ ക്വാളിറ്റിയിലുള്ളൊരു വാഹനം കൂടിയാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല, പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ വണ്ടിയുടെ പുറത്തുള്ളൊരു വ്യൂസ് വരുന്നത്. ഓക്കെ, നമ്മൾ ഉള്ളിലോട്ടൊന്ന് പോവാം. ഒരു 7 സീറ്റർ കൂടി വാഹനമാണ് കേട്ടത്. നല്ല സീറ്റ് കവർ ഉണ്ട്. G4 മാനുവൽ. 1,92,000, 1,90,000 വരെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. G4 ആകുമ്പോൾ ഒരു ഓപ്ഷൻ മാനുവൽ. സെക്കൻഡ് സീറ്റ് 7 സീറ്റർ ആണ്. നല്ല ഹൈ ക്വാളിറ്റി ഒരു സീറ്റ് കവർ തന്നെയാണ്. ബാക്കിലെ ടയർ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 65%, ഇതും ഒരു 65% ഉണ്ട്. ബാക്ക് സൈഡിലോട്ട് വേണമെന്നുണ്ടെങ്കിലും നല്ലൊരു ക്വാളിറ്റിയാണ്. നല്ല പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഒറിജിനലാണ്. ഇതെങ്ങനെയാണ് കമ്പനി സ്റ്റോക്ക് വന്ന അതേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു വണ്ടി ഇപ്പം നിലവിലുള്ളത്. ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ റൂഫൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ, ഇതാണ് ഉള്ളിലത്. ഇനി നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മള് എഞ്ചിൻ റൂം, അതായത് ബോണറ്റ് നിലവിൽ പേസ്റ്റ് ഉണ്ട്, സ്റ്റിക്കറ് ഒറിജിനലാണ്, ബോണറ്റ് ഒറിജിനലാണ്. അതുപോലെ തന്നെ അപ്രോൺ സൈഡ്, ഇതാണ് അപ്രോൺ. പഞ്ചിങ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എല്ലാവരും പഞ്ചിങ്ങും കറക്റ്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിലെ പട്ടിയുടെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ റെഡിയാണ്. റേഡിയേറ്റർ മാറിയിട്ടില്ല. ഇവിടെയാണ് അടുത്ത അപ്രോൺ ഉള്ളത്, ക്ലിയർ ആണ്. ഇനി ഓയിൽ ലീക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. നമുക്ക് എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിലവിൽ ഒന്നും റീപ്ലേസ്മെന്റ് കേട്ടോ. ഹെഡ്ലൈറ്റ് വരെ ഒറിജിനലാണ്. ഈ ഒരു പഞ്ചിങ്, ഹെഡ്ലൈറ്റ്, റേഡിയേറ്റർ, കണ്ടൻസർ, കൂളറൊക്കെ ഒറിജിനലാണ്. നമുക്ക് എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങുള്ള അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വണ്ടിയുടെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ആദി കാർ സ്പോട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിലൊക്കെ വേണ്ട ആൾക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഒരു ഡീറ്റെയിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ചെറിയൊരു മുതൽ മുടക്കി ലോൺ ചെയ്തിട്ട് നമ്മൾ 12,10,000 രൂപക്കാണ് ഈ ഒരു വണ്ടി സെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ നമ്മളെല്ലാ ഫോട്ടോസും ഡീറ്റെയിലും ഇതിൻ്റെ തരുന്നതാണ്.